നമസ്കാരം, ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മൾ റിവർ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്ട്രീംലി സ്പെഷ്യൽ ഡേ. സോ ഒരു ചെറിയ പ്രസന്റേഷൻ ഞങ്ങൾ തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. സോ റിവറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോരം അറിയാം എനിക്കറിയില്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് മലയാളികളാണ്. ഒന്ന് ഞാൻ, മറ്റേത് വിപിൻ കോഴിക്കോടുകാരനാണ്. ഞങ്ങളുടെ റിവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. ബാംഗ്ലൂരാണ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. സോ വിപിനാണ് പ്രോഡക്റ്റ് ഡിസൈനർ. ഈ വണ്ടി കാണുന്ന ഷേപ്പിൽ ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം വിപിൻ്റെ കഴിവാണ്. വിപിൻ ഹോണ്ടയിൽ കുറേ കാലം പ്രോഡക്റ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ ക്ലോസ് ടു എ ഡെക്കേഡ് ഹി വാസ് വർക്കിംഗ് ഇൻ ഹോണ്ട ആസ് എ പ്രോഡക്റ്റ് ഡിസൈനർ ആൻഡ് ഐ ടേക്ക് കെയർ ഓഫ് ഓൾ ദ അതർ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ്. ഞങ്ങൾ ഇതുവരെ ഒരു ഏതാണ്ട് $70 മില്യൺ, ഒരു 575 കോടി രൂപയുടെ ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്നാണ്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ്. കുറച്ച് പേരുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. യമഹ, ടൊയോട്ട വെഞ്ചേഴ്സ്, അങ്ങനെ കുറച്ച് ആൾക്കാർ. സോ ഇവരാണ് ഞങ്ങളുടെ മെയിൻ ഇൻവെസ്റ്റേഴ്സ്. ഇതുവരെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 575 crores റേസ് ചെയ്തിട്ടുണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇന്ത്യയിലുള്ള ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങളാണ്. ഇതിനകത്ത് ഞങ്ങളുടെ ഒരു 6-7 പേരിൽ ഞങ്ങളാണ് ഇതിനകത്തുള്ള ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യയിലുള്ള ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങളാണ്. ഇതുവരെ ഞങ്ങൾ ഏതാണ്ട് 7000 വണ്ടി വിറ്റു. അതിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ അക്രോസ് ദ കൺട്രി പ്രസൻസ് ആയിട്ടില്ല ഇതുവരെ. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ഓപ്പൺ ചെയ്യുന്ന സ്റ്റോർ 22ാമത്തെ സ്റ്റോറാണ്. സോ ഇതുവരെ 7000 വണ്ടി പ്ലസ് വിറ്റിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 2 കോടി കിലോമീറ്റേഴ്സ് ക്യുമുലേറ്റീവ് ആയിട്ട് വണ്ടികൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. അപ്പോൾ ഇന്ത്യയിൽ കുറേ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനികളുണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾ മാർച്ച് 2025 ടോപ്പ് 10 ഫീച്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർച്ചിൽ വിറ്റത് 1084 വണ്ടികളാണ്. ഞങ്ങൾക്ക് ആകെപ്പാടെ 16 സ്റ്റോഴ്സേ ഉണ്ടായിട്ടുള്ളൂ. സോ 16 സ്റ്റോഴ്സിൽ ഞങ്ങൾ ഓൾറെഡി ടോപ്പ് 10 എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ മേളിലുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും 200-300 സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റോറേ ഉള്ളൂ കേരളത്തിൽ. കഴിഞ്ഞ കൊച്ചിയിൽ തുടങ്ങിയിട്ട് 3 മാസമായി. കഴിഞ്ഞ 3 മാസത്തിൽ കൊച്ചിയിൽ ഏതാണ്ട് 500 വണ്ടിയിൽ കൂടുതൽ വിറ്റിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങൾ ഓൾറെഡി നമ്പർ 6-ലാണ്. അത് ഒരു കേരളം ഞങ്ങൾക്ക് ഒരു വളരെ വളരെ കാര്യമായിട്ട് കേരളം ഞങ്ങളുടെ വണ്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറിൽ തന്നെ ഞങ്ങൾ ബാക്കി മേളിലുള്ളവരെല്ലാവരും കേരളം ഫുള്ള് വിൽക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചിയിലെ സ്റ്റോറ്. ഡിസംബർ 2024 തുടങ്ങി. അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റോർ ഒന്ന് തിരുവനന്തപുരത്ത് തുറക്കുന്നു. ഇതാണ് ട്രിവാൻഡ്രം സ്റ്റോർ. കരമന പാപ്പനംകോട് റോഡിലാണ്. കൈമനം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഇടതുവശത്ത് ട്രിവാൻഡ്രം സ്റ്റോർ സർവീസ് സെന്റർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരു സിറ്റിയിൽ പോലും സർവീസ് സെന്റർ ഇല്ലാണ്ട് വണ്ടി വിൽക്കുന്നില്ല. EVയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സർവീസ് സെന്റർ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഒരു സിറ്റിയിൽ പോലും ഞങ്ങൾ സർവീസ് സെന്റർ ഇല്ലാതെ വണ്ടി വിൽക്കില്ല. ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ സ്റ്റോറിനേക്കാളും വലുത് ഞങ്ങൾക്ക് സർവീസ് സെൻ്ററാണ് ഇവിടെ ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം. സർവീസ് സെൻ്റർ ഈച്ചക്കലാണ്. കേരളത്തിൽ ഇനി നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊച്ചിയിൽ ഓൾറെഡി ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തുറക്കുന്നു. തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം ഓൾറെഡി അടുത്തൊരു 10 ദിവസത്തിൽ ഓപ്പൺ ആകും. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഒരു സ്റ്റോർ എങ്കിലും ഓണത്തിന് മുമ്പ് തുറക്കണമെന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഒരു 10 സ്റ്റോർ ഉണ്ടാവും കേരളത്തിൽ ഓണത്തിന് മുൻപായിട്ട്. ഇപ്പോൾ നമുക്ക് 25 സ്റ്റോർ ഉണ്ട് ഓൾറെഡി ഇൻ 18 cities across 6 states. മോസ്റ്റ്ലി സൗത്തിലാണ്. ബട്ട് പൂനെ വി ഓപ്പൺ ലാസ്റ്റ് വീക്ക്. പൂനെ is the first store that we opened outside the south 5 states. കർണാടകത്തിൽ 8 സ്റ്റോർ ഉണ്ട്. തമിഴ്നാട് 6, കേരളത്തിൽ 5, തെലങ്കാന, ആന്ധ്ര ആൻഡ് മഹാരാഷ്ട്ര. സോ ടോട്ടൽ 25 സ്റ്റോർ. ഓക്കെ, കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് R&D ആൻഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ R&D ഓഫീസാണ്.
വൈറ്റ്ഫീൽഡ് ബാംഗ്ലൂരാണ്. ഒരു 450 എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് R&Dയിൽ. ഇത് ഞങ്ങളുടെ ഫാക്ടറി, അത് ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിൽ ഹോസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഈ R&D എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഡിസൈൻ മുതൽ അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ ആ കണ്ട ഞങ്ങളുടെ R&D ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയും. ആ വണ്ടിയുടെ ടച്ച് ആൻഡ് ഫീലും അതിൻ്റെ ലുക്കും ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അവിടെ തൊട്ട് ഈ വണ്ടിക്കകത്ത് ഇന്റേണൽസിലുള്ള എൻറ്റയർ തിങ്, സ്റ്റാർട്ടിങ് ഫ്രം ദ പ്ലാറ്റ്ഫോം, ബാറ്ററി പാക്ക്, ഇൻക്ലൂഡിങ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ്, അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഹാർഡ്വെയർ, ഇതിൻ്റെ ഫുൾ ഡെവലപ്മെന്റ് ഞങ്ങൾ ഇൻഹൗസ് ചെയ്തതാണ്. ഇത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു എക്സ്റേ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഫ്ലോർ ബോർഡിലാണ് ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. സോ ആ ബാറ്ററി പാക്ക്, പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. പിന്നെ ഡ്രൈവ് ട്രെയിൻ, ഇതിന്റെ വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ്, അതിന്റെ ആൽഗരിതംസ്, ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ, കണക്ടിവിറ്റി, ഇത് എല്ലാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത കോർ ടെക്നോളജീസ് ആണ്. പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ, ഞങ്ങൾക്ക് സ്വന്തം റിവർ ആപ്പ് ഉണ്ട്, വേർ യു ക്യാൻ കൺട്രോൾ ദ വെഹിക്കിൾ, ചാർജിങ്, അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കാണാം. അതുപോലെ കണക്ടിവിറ്റി, ഡ്രൈവ് ട്രെയിൻ ആൻഡ് ബാറ്ററി പാക്ക്. സോ ഈ എൻറ്റയർ ടെക്നോളജി വി ഹാവ് ഡെവലപ്ഡ് ഇൻ ഹൗസ്. സോ and we have a team ഇപ്പോൾ 850 people. Out of that around 400 are only in R&D. ഇതാണ് ഞങ്ങളുടെ ഫാക്ടറി. അവിടെ 1 ലക്ഷം വണ്ടി ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിൽ ഹോസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാസം 8000 വണ്ടി. ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 2000 വണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 25% കപ്പാസിറ്റിയിലാണ് ഓടുന്നത്. ബാക്കി സ്കെയിലപ്പ് ചെയ്യുന്നതും വരും. സോ ഓക്കെ, ഇനി നമുക്ക് വണ്ടിയെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അതാണ് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതുവരെ ഇപ്പോൾ 4 വർഷമായി. വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഒരുപാട് ഞങ്ങൾ SUV സ്കൂട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് യുണീക്ക് പോയിന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സ്റ്റോറേജ്. അതൊരു യൂട്ടിലിറ്റി ലൈഫ് സ്റ്റൈൽ vehicle ആണ്. We are creating a new segment called utility lifestyle with Indie. അതായത് ഒരുപാട് we have a lot of people who സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവര് കട നടത്തുകയാണെങ്കിലും ഹോം ബേക്കേഴ്സ് ആണെങ്കിലും എല്ലാ അങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ ഫാമിലി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു സ്കൂട്ടറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫാക്ടർ യൂട്ടിലിറ്റിയാണ്. സോ ആ ഫാക്ടറിനെ എടുത്ത് we have taken it to a very, very different level. Like take storage for example. We have the largest storage in any scooter being sold in India. 55 liter storage ഉണ്ട്. ഇതിന് തൊട്ടടുത്ത കോമ്പറ്റീഷൻ 34 ലിറ്റർ ആണ്. So we are almost double the size in storage compared to any other vehicle out there. പിന്നെ 14-inch wheel ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. സാധാരണ ഒരു സ്കൂട്ടർ 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് വീലാണ് വരുന്നത്. ഞങ്ങളുടെ ഇന്ത്യയിൽ 14-inch വീലുണ്ട്. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ ബയർ കുറച്ച് പേര് അട്രാക്റ്റഡ് ആവുന്നുണ്ട് ഇന്ത്യ വാങ്ങിക്കാനായിട്ട്. കാരണം ആ റൈഡ് സ്റ്റെബിലിറ്റി വളരെ വളരെ വലുതാണ്. അതുപോലെ ഈ കുറേ ആക്സസറീസ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് എക്സ്ട്രാ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ട് ബോക്സ് 12 ലിറ്ററിൻ്റെ ഗ്ലോബ് ബോക്സ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ഡേ ടു ഡേ നിക്നാക്സ്, അതിനകത്തൊരു ഫോൺ ചാർജറും ഉണ്ട്. സോ യു ക്യാൻ ചാർജ് യുവർ ഫോൺ ഇൻസൈഡ് ദ ഫ്രണ്ട് ബോക്സ് ആൻഡ് ഓൾസോ യുവർ വാലറ്റ്, പേഴ്സ്, വാട്ടർ ബോട്ടിൽ, ബുക്സ്, ഓൾ ഓഫ് ദാറ്റ്. നെക്സ്റ്റ് സിമിലർലി അണ്ടർ ദ സീറ്റ് 43 ലിറ്റർ. അങ്ങനെയാണ് ടോട്ടൽ 55 ലിറ്റർ വരുന്നത്. ഫ്രണ്ട് ബോക്സിൽ 12 ലിറ്റർ, അണ്ടർ ദ സീറ്റ് 43 ലിറ്റേഴ്സ്. സോ 14-inch വീൽ പറഞ്ഞു. ഈ നമ്മളെല്ലാവരും സാധനം മേടിച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് പോകാറുണ്ട്. ഗ്രോസറി ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഈ കാലവിടെ വയ്ക്കും എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഫ്രണ്ട് ഫുഡ് പാക്ക്. ഇത് സ്കൂട്ടറിൽ ആദ്യമായിട്ടാണ് റിട്രാക്റ്റബിൾ ഫ്രണ്ട് ഫുഡ് പാക്ക് ആണ്. നമുക്ക് അത് മാറ്റി കാലവിടെ വെച്ച് വണ്ടി ഓടിക്കാൻ, ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു വയ്ക്കാം. ഒരു സിംഗിൾ റേഞ്ചിൽ ചാർജിൽ 110 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് ഏതാണ്ട് 4.5 മണിക്കൂർ. വണ്ടിയുടെ കൂടെ വരുന്ന ചാർജറിൽ ചാർജ് ചെയ്യാനായിട്ട് 4.5 മണിക്കൂർ എടുക്കുന്നത്. വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ
സാധാരണ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കുത്തുന്ന 15 ആംപിയർ സോക്കറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ആക്സസറീസ് ആണ്. ഗ്രേഡബിലിറ്റി. ഈ ഇലക്ട്രിക് വണ്ടികൾ പവർഫുൾ ആണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആക്ച്വലി വളരെ വളരെ എക്സിസ്റ്റിംഗ് പെട്രോൾ വണ്ടികളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഈ 18 ഡിഗ്രി ഗ്രേഡബിലിറ്റി എക്കോ മോഡിൽ 2 ആൾക്കാരെ വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ചെയ്യും. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ടുഡേ. ആൻഡ് വി ഹാവ് വൺ എ ബഞ്ച് ഓഫ് അവാർഡ്സ്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. സോ ടോപ്പ് ഗിയർ ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ദ ഇയർ ആയിരുന്നു, കാർ ആൻഡ് ബൈക്ക് സ്കൂട്ടർ ഓഫ് ദ ഇയർ ആയിരുന്നു. ഓക്കെ, കൊച്ചിയിലെ ട്രിവാൻഡ്രത്തും കേരളത്തിലെ എക്സ്ഷോറൂം പ്രൈസ് 1,42,999 രൂപയാണ്. ആൻഡ് ഇതിന്റെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വാറണ്ടി 3 years 30,000 kilometers. You can extend it by another 2 years or 20,000 kilometers for 5,000 rupees. And there is also a bunch of other accessories that can be bought. Okay, കേരളത്തില് ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഡീലർ പാർട്ട്ണർ ഇന്റൽ കോർപ്പറേഷനാണ്. അപ്പോൾ അവരെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ അവരുടെ അനീഷ്. നമസ്കാരം. താങ്ക് യു. Arvind Barnaveri, I'm director of Intel Corporation Anish Mohan. So Intel Corporation is an entity into various business activities. So അതിൻ്റെ ഒരു ഭാഗമാണ് Intel Automotives. So as Intel Automotives, we have been serving through multiple dealerships, a long list of customers, a long list of brands throughout the years. So customer service wise, I must say like we nearly have 20 years of legacy with respect to customer service in automotive field itself. And we operate with various brands. So when we had the opportunity of taking up the EV brand, we had no doubt other than taking up River, because River is one of the most exciting and prominent brand that is growing, and we hope that they will do wonders for the market and customers over here. And we assure you that we will serve all the customers with the ultimate effort. Thank you. Thank you. Thank you. Anish, please. അതിന്റെ മെയിൻ ഇൻഷുറൻസ്, റോഡ് ടാക്സ്. ഇലക്ട്രിക് വണ്ടിയിലെ CC പറയില്ല, പക്ഷെ അത് ഇക്വലന്റ് ഒരു 125 cc മേളിലെ പവറാണ്. ടോപ്പ് സ്പീഡ് 90 km/h ആണ്. 4.2 kWh ബാറ്ററി. സ്റ്റാൻഡേർഡ് 3 years വാറണ്ടിയാണ്. എക്സ്റ്റെൻഡബിൾ ടു 5 വർഷം. 3 വർഷം 30,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ്. 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം 50,000 കിലോമീറ്ററാണ്. സാധാരണ ഇലക്ട്രിക് വണ്ടിയിലൊക്കെ ഒരു 3 വർഷം കഴിഞ്ഞ ബാറ്ററി ഡൗൺ ആയി പോകുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. ഇതിനായി ബാറ്ററി അങ്ങനെ അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പോഴും നല്ല ഡിസൈൻ ചെയ്ത ബ്രാൻഡുകളുടെ ഇലക്ട്രിക് വണ്ടി 4-5 വർഷമായിട്ട് സുഖമായിട്ട് ഓടുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്ന പല ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇമ്പോർട്ടൻ്റ് ചീപ്പ് സാധനങ്ങളുടെ ബാറ്ററി എല്ലാം ഈ പറയുന്ന 3 വർഷം കൊണ്ട് പോകുന്നുണ്ട്. ഇവർ നന്നായിട്ട് എഞ്ചിനീയർ ചെയ്ത, നന്നായിട്ട് ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് 10-12 വർഷമായാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്മാർട്ട് ഫീച്ചർ കുറവാണ്. സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട്, കണക്റ്റഡ് ആണ്, ആപ്പ് ഉണ്ട്. പിന്നെ ഒരു യൂട്ടിലിറ്റി ഫോക്കസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ടച്ച് സ്ക്രീൻ ഒന്നും ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. പക്ഷേ വണ്ടി കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ജിയോ ടാഗ് ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് അറിയാം എത്ര ചാർജ് ബാക്കിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആപ്പിൽ അറിയാൻ പറ്റും. ഒരു ചാർജിൽ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
4.2 കിലോമീറ്റർ. അപ്പം ഏതാണ്ട് 20-25 പൈസയാണ് ഒരു കിലോമീറ്റർ ഓടാനായിട്ട്. അപ്പോൾ 100 കിലോമീറ്റർ 20 രൂപ, 3 യൂണിറ്റ്, 2.5 യൂണിറ്റ് ഒരു ചാർജ്. പുതിയ 2 ജനറേഷൻ ആണ് ഫസ്റ്റ് ജനറേഷൻ. ആദ്യത്തെ ജനറേഷൻ ഞങ്ങൾ വിറ്റ് തുടങ്ങിയത് ഒക്ടോബർ 2023 അത് കഴിഞ്ഞ് കുറേ ഇമ്പ്രൂവ്മെന്റ്സ് എല്ലാം ചെയ്തു. മെയിൻ ഇമ്പ്രൂവ്മെന്റ് വന്നത് ഈ ബെൽറ്റ് ആയിരുന്നു അതിൻ്റെ ഡ്രൈവ്. അത് മാറ്റി നമ്മളിപ്പോൾ ചെയിൻ ഡ്രൈവിലോട്ട് വന്നിട്ടുണ്ട്. ആ വണ്ടി നവംബർ 2024 മുതൽ ഫസ്റ്റ് ജനറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് സെക്കൻഡ് ജനറേഷനാണ് വിൽക്കുന്നത്. ഈ ബെൽറ്റും ചെയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെയിൻ കുറച്ചുകൂടെ ഡ്യൂറബിൾ ആണ്. അതുപോലെ ചെയിൻ്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് വളരെ മിനിമലാണ്. ബെൽറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഏതാണ്ട് 7000 രൂപയാവും. ഓരോ 10,000 കിലോമീറ്ററിലും ബെൽറ്റ് റീപ്ലേസ് ചെയ്യും. ചെയിൻ 1500 രൂപയ്ക്കകത്തേ ആവുന്നുള്ളൂ. ഓരോ 15,000 കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഒരു ഓവറോൾ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പിന്റെ കാര്യത്തിൽ ചെയിൻ വളരെ ബെറ്ററാണ്. 2 വരെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും യാത് മോഡാണ് ബെറ്റർ. 2 വരെ യാത്ര ചെയ്യുമ്പോൾ റഷ് മോഡ്, ഈക്കോ മോഡ്, മറ്റേ റൈഡ് മോഡ് ഒന്നുമില്ല. ഈക്കോ, റൈഡ്, റഷ് 2 പേര് യാത്ര ചെയ്യുമ്പോൾ 110 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അത് ഓപ്റ്റിമൈസ്ഡ് ആണ്. ആക്സസറീസ് സ്റ്റോർ റൂമുണ്ട്. ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആക്സസറീസ് ആണ്. ഏതാണ്ട് 16 ആക്സസറീസ് ഇപ്പോൾ ഓൾറെഡി സെയിലുണ്ട്. ഒരു 20-30 ആക്സസറി കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ അങ്ങനെ 3-4 ഡേയ്സ്. ഇന്ന് ഞങ്ങൾ ഡെലിവറി, ആദ്യത്തെ 20 വണ്ടി ഇന്നുമായിട്ട് ഡെലിവറി. ബാറ്ററി ബാക്ക് IP67 റേറ്റഡ് ആണ്. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളമോ ഒരു കണിയിലെ ഡസ്റ്റോ ഉള്ളിൽ പോയില്ല. സോ മോട്ടറും ബാറ്ററി ബാക്കും IP67 റേറ്റഡ് ആണ്. വാട്ടർ വാർപ്പിച്ച് 20 mm വരെ കുഴപ്പമില്ല, നോ പ്രോബ്ലം. 7,000 ചില സംസ്ഥാനങ്ങളിൽ റോഡ് ടാക്സ് ഇല്ല, കേരളത്തിലുണ്ട്. സോ ഇതിന്റെ ഡിസൈനിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഡിസൈനിലെ പ്രത്യേകതകളാണല്ലോ നമ്മൾ സംസാരിച്ചു. ഉദാഹരണത്തിന് ഈ 14 ഇഞ്ച് വീൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റിട്രാക്റ്റബിൾ ഫുഡ് പാക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഇതെല്ലാം ചെറിയ ചെറിയ ഡിസൈൻ എലമെന്റ്സ് ആണ് ഇതിന്റെ യൂട്ടിലിറ്റി വാല്യൂ നോക്കുന്നത്. ഇതിനെ ഞങ്ങൾ സേഫ് ഗാർഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് അതൊരു ക്രാഷ് ഗാർഡായിട്ട് ആക്ട് ചെയ്യും, ഒരു കാര്യം. 2, നമ്മുടെ ഫ്ലോർ ബോർഡിൽ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കെട്ടിവെക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പാനിയേഴ്സിലെ ഇതും സ്കൂട്ടറിൽ ആദ്യമായിട്ടാണ്. ഇത് ആക്സസറൈസേഷന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിമിലർലി നിങ്ങളുടെ വണ്ടി അടുത്ത് പോയി കാണാൻ മനസ്സിലാവും. ഇവിടെ ഒരു മൊബൈൽ ഫോൺ മൗണ്ട് ഞങ്ങൾ ഇതിന്റെ ആക്സസറി ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പം അത് വെർട്ടിക്കലായിട്ടും ഫോൺ വെക്കാം, ഹൊറിസോണ്ടലായിട്ടും ഫോൺ വെക്കാം. അത് സീംലെസ് ആയിട്ട് അവിടെ ഫിറ്റ് ആയിക്കും. പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും കൊണ്ടുവരാൻ ഇനി പ്ലാൻ? ഈ വണ്ടിയിൽ ഇപ്പോൾ ഉടനെ അടുത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല. അടുത്ത വർഷം സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ വണ്ടി വരും. അത് ഡിസ്ക് ബ്രേക്കാണ്. 2 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ്. സബ്സിഡി എത്രയാണ്? സബ്സിഡി ഇപ്പോൾ 5000 രൂപയാണ്. അത് മാർച്ച് 2026 വരെ ഒരു വണ്ടിക്ക് 5000 രൂപ വരും. മാർച്ച് 31, 2025 വരെ 10,000 രൂപയായിരുന്നു. ഏപ്രിൽ 1 തൊട്ട് 5000. അത് കിട്ടുന്നുണ്ട്, സെയിം സബ്സിഡി. PME ബ്രേക്ക്. ഇവിടെ ബുക്കിംഗ് എടുക്കാൻ എടുക്കാം. ഓഫർ തൽക്കാലം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സാർ. പക്ഷേ ആദ്യമായിട്ട് അത് ഞാൻ ദിനേശിനോട് ആ ക്വസ്റ്റ്യൻ, എൻ്റെ സെയിൽസ് ഹെഡ് ഉണ്ട്, ദിനേശ് പറയും. ഒരു സ്റ്റാൻഡേർഡ് മെഷർ ഉണ്ടാവില്ല, ഒരു 20-30 mm ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് മെഷർ. അത് IP67 റേറ്റിലാണ്. വണ്ടി ഫുള്ളായിട്ട് മുന്നിൽ പോയാൽ ഞങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. പക്ഷെ ഞങ്ങൾ ഏതാണ്ട് ഈ ഒരു ലെവലാണ് സാധാരണ ആ ടെസ്റ്റ് പാസ് ആകുന്നത്. ചെയ്തിട്ടുണ്ട്. 45 or 60 minutes ആണ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.